Disclaimer. Hi guys, welcome back to Akrabak. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനൊരു സാഡായിട്ടുള്ളൊരു കാര്യം പറയാൻ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും, അഷ്കർ ടെക്കിയുടെ ചാനൽ വീണ്ടും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അഷ്കർ ടെക്കിൻ്റെ ചാനൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ARK ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 3 മണിയോട് കൂടിയായിട്ടാണ് ഈ ഒരു ചാനൽ ഹാക്ക് ചെയ്തിട്ടുള്ളതാണ് റിപ്പോർട്ട്സുകൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ്ലി ഒന്ന് ഡിസ്കസ് ചെയ്താൽ പോകുന്നത്. അതായത് മെയിനായിട്ട് വരുന്ന പോസിബിൾ ആയിട്ടുള്ള അറ്റാക്സും കാര്യങ്ങളാണ്. നിങ്ങളെല്ലാവരും ഒന്ന് അവെയറായി നിൽക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഹാക്കിംഗ് മെത്തേഡ്സ് വരുന്നുണ്ട്, പലതരത്തിലുള്ള വൾണറബിലിറ്റീസ്, പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ്, 0 ഡേ വൾണറബിലിറ്റീസ് ഒക്കെ ഇപ്പോൾ റിവീൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു സിമ്പിൾ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ തന്നെ പലതരത്തിലുള്ള അറ്റാക്സ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു കണ്ടന്റിലേക്ക് എന്തായാലും പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അഷ്കർ ടെക്കിന്റെ ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹലോ ഗൈസ്, ഞാൻ 6 വർഷത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലാണ് ഗൈസ് ഇപ്പോൾ വേറെ ആരുടെയോ കയ്യിലിരിക്കുന്നത്. എന്താല്ലേ, ഹാക്ക് ചെയ്യാൻ സിമ്പിളാണ്, പക്ഷേ നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളെ എഫേർട്ടുണ്ട്. നമ്മളെന്തായാലും അത് റിക്കവർ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മുടെ ചാനൽ ഉണ്ടാവുമെന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് ഉണ്ടാവുമെന്നും ഒന്നും പറയാൻ പറ്റില്ല. നമ്മളെന്തായാലും അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമായിരിക്കും നമ്മുടെ ചാനലിന്. പിന്നെ നമ്മൾ ഈ ആദ്യം പറഞ്ഞു, നമ്മൾ വേറെ ഡിവൈസുകളും കാര്യമൊന്നും യൂസ് ചെയ്തിട്ടില്ല. മാക്കും iOS തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷേ എൻ്റെ ഡൗട്ട് എന്തായെന്ന് വെച്ചാൽ, നമ്മൾ iOSൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡ്രൈവ് വഴി കണക്ട് ചെയ്യുന്ന സമയത്ത് അതിലൂടെ വൈറസ് കയറിയതോ അല്ലെങ്കിൽ ഫ്രീ വൈഫൈ യൂസ് ചെയ്തതോ ആയിരിക്കാം. അല്ലാതെ വേറൊരു ചാൻസും ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വാട്സപ്പ് വഴി ഒരു ഡോക്യുമെൻ്റ് ഫയൽ വന്നതന്നായിരുന്നു. എൻ്റെ പേരിൽ തന്നെ വന്നൊരു ഡോക്യുമെൻ്റ് ആയിരുന്നു. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തതേ ഓർമ്മയുള്ളൂ. പിന്നെ അത് ഓൺ ആയിട്ടില്ലായിരുന്നു. അതാണ് എനിക്ക് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം എന്തായാലും കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിൽ പറയുന്നുണ്ട്, ഞാൻ പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൻ ഡ്രൈവർ എൻ്റെ ലാപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, മാക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോൺ മാക്ക് ആണെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു വൾണറബിലിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മുടെ ഹാക്കേഴ്സ് ഇത് ഹാക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം പറഞ്ഞാൽ അതിൽ നമ്മുടെ അഷ്കർ ടെക്കി പറഞ്ഞിട്ടുണ്ട്, ഹാക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്, പക്ഷെ ഇതുപോലെ ചാനൽ മേക്ക് ചെയ്യാനുള്ള പണിയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും, പല പബ്ലിക്സ് വിചാരിക്കും ഹാക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണെന്ന്. പക്ഷെ അങ്ങനല്ല, വളരെ ടഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 2-3 മാസമൊക്കെ ഇവൻ്റെ പുറകെ, അതായത് ഈ ഒരു ചാനലിന്റെ പുറകെ അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റിന്റെ പുറകെ നടന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു അറ്റാക്ക് ഒക്കെ പോസിബിൾ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ അറ്റാക്ക് വരുന്നത് തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അതായത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന വലിയൊരു അറ്റാക്കാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലിയൊരു അറ്റാക്കാണ് ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്. പലതരത്തിലും സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് പോസിബിൾ ആക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ അറ്റാക്ക്. അതെങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പലതരത്തിലും ഫിഷിംഗ് അറ്റാക്ക് വരുന്നുണ്ട്. പലതരത്തിൽ നമുക്ക് അതായത് ഒരു ഹ്യൂമൻ ബ്രെയിനിനെ തന്നെ കൺവിൻസ് ചെയ്തിട്ട് അവൻ്റെ ഡാറ്റാസ് തന്നെ നമ്മൾ എന്താ പറയുക ഹാക്ക് ചെയ്തെടുക്കുക. അതാണ് ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അറ്റാക്കിന്റെ മെയിൻ പേർപ്പസ്. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത് എങ്ങനെ വരിക വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഫിഷിംഗ് അറ്റാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേക്ക് ഇമെയിൽ സ്മൂഫിംഗ് ആയിരിക്കും. എൻ്റെ ഇമെയിൽ സ്മൂഫിങ്ങിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ പലതരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഫേക്ക് എവിൽ ട്വിൻ അറ്റാക്ക് വരുന്നുണ്ട്, പലതരത്തിലുള്ള ഫേക്ക് API വൈഫൈ കണക്റ്റഡ് അറ്റാക്ക്, അങ്ങനെ പലതരത്തിലുള്ള അറ്റാക്സ് ഒക്കെ വരുന്നുണ്ട്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെ വളരെ പവർഫുൾ ആയ അറ്റാക്കാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് വീഡിയോ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി സോഷ്യൽ എഞ്ചിനീയറിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ട് അവിടെ പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ അറ്റാക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വരുന്ന ഫയൽസും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ അഷ്കർ ടെക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞാനൊരു ഡോക്യുമെന്റ് ഫയൽ ഓപ്പൺ ആക്കിയിട്ടാണെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു അറ്റാക്ക്, ഒരു 0 ഡേ വൾണറബിലിറ്റി നമ്മുടെ വിൻഡോസ് MSD അതായത് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഡോക്യുമെന്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ 0 ഡേ വൾണറബിലിറ്റിയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ സിസ്റ്റം കോംപ്രമൈസ് ചെയ്യുന്ന ഒരു അറ്റാക്കാണ് ആ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ഒരു അറ്റാക്ക് തന്നെയാണ്. അതൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വെച്ചാൽ, അതായത് എനിക്കൊരു നല്ലൊരു ഫ്രണ്ടാണ്, അതായത് അഷ്കർ ടെക്കിന്റെ ഒരു ഫ്രണ്ടാണ്. ഇപ്പം അശ്വിൻ മാടപ്പള്ളിന്റെ ഇമെയിലിനെ സ്മൂഫ് ചെയ്തിട്ട് അവനൊരു ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുകയാണ്. എടാ ഒന്ന് ഓപ്പൺ ചെയ്യും, നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പുതിയൊരു പ്ലാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ, ആരായാലും അഷ്കർ ടെക്കി ആയാലും ഇമെയിൽ നോക്കുമ്പോൾ എന്താ കാണാം, നമ്മുടെ അശ്വിൻ മാടപ്പള്ളി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും, ഓപ്പൺ ആക്കും, ദാറ്റ്സ് ഇനഫ്, ഗെയിം ഓവർ. അപ്പോൾ അതാണ് നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വരുന്നത്. പലതരത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ വീഡിയോ. ഓക്കെ,
അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ അറ്റാക്സ് ആണ് ഫിഷിംഗ് അറ്റാക്കിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷിംഗ് എന്ന് പറയുന്നത് പല ആൾക്കാരും അത് മനസ്സിലാക്കി വരുന്നുണ്ട്. ബിക്കോസ് ഞാൻ കുറേ വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു ഗൂഗിളിൽ ലോഗിൻ ചെയ്യാണ്. ആ ലോഗിൻ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗൂഗിളിൻ്റെ ഒരു account.google.com എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കൺ ഉണ്ട്. ആ ടോക്കൺ വെച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അറ്റാക്കർ ചെയ്യുന്നത് ഒരു ഫേക്ക് ഇതേമാതിരി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ലിങ്ക് നമ്മുടെ വെബ് സെർവർ ഹോസ്റ്റ് ചെയ്തിട്ട് എൻജിറോക്ക് പോർട്ട് ഫോർവേഡ് ഒക്കെ ചെയ്തിട്ട് അറ്റാക്കർ ഒരു ടാർഗറ്റിനെ അയച്ചു കൊടുക്കും. ആ ടാർഗറ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് അവൻ്റെ ക്രെഡൻഷ്യൽസ് ഞങ്ങൾക്ക് അടിച്ചു കൊടുക്കും. ആ ഡാറ്റാസ് ഉള്ളിൽ നമുക്കിവിടെ ഹാക്കറിന് റിസീവ് ചെയ്യും. അതാണ് ഈ ഒരു ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. പല രീതിക്ക് ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ അല്ല, വളരെ പവർഫുൾ ആയിട്ടുള്ള തന്നെ ഫിഷിംഗ് അറ്റാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. BITB അതായത് ബ്രൗസർ ഇൻ ദ ബ്രൗസർ എന്നാണ് ഒരു അറ്റാക്ക് കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു സാധാരണ ഒരു ബ്രൗസർ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ URL വരുന്നത് account.google.com ടോക്കൺ. അപ്പോൾ അതാണ് URL വരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഫിഷിംഗ് അറ്റാക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ അറ്റാക്ക്. മൂന്നാമത്തെ അറ്റാക്ക് വരുന്നത് ബ്രൗസർ പാസ്വേഡ് ഡംപ് ആണ്. ഈ പാസ്വേഡ് ഡംപ്, അതായത് ഈ ബ്രൗസർ പാസ്വേഡ് ഡംപ് എന്ന് പറയുന്ന ഈ ഒരു അറ്റാക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. പണ്ട് നമ്മുടെ ക്രോമ എന്ന് പറയുന്ന ഒരു ബ്രൗസറിൽ തന്നെ ഇതുപോലത്തെ ഒരു വൾനറബിലിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് അവരുടെ സേവ് ആക്കിയിട്ടുള്ള പാസ്വേഡ് ഒക്കെ നമുക്ക് ഹാക്കറിന് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരു വൾനറബിലിറ്റിയാണ് ഈ ബ്രൗസർ പാസ്വേഡ് ഡംപ്. അത് പറഞ്ഞാൽ വളരെ രീതിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു അറ്റാക്കാണ്. ഇപ്പോൾ ഓരോ ബ്രൗസറും നിങ്ങൾ അപ്ഡേറ്റഡ് ആക്കി വെക്കുക, അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പല വൾനറബിലിറ്റീസും നമുക്ക് ഹാക്കേഴ്സ് കണ്ടുപിടിക്കുക, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യും. 0 ഡേ വൾനറബിലിറ്റി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബ്രൗസറിൽ ക്രോം ബ്രൗസറിൽ വന്നിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ്ലി സിസ്റ്റം നമുക്ക് കോംപ്രമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൾനറബിലിറ്റി ആയിരുന്നു ആ ഒരു വൾനറബിലിറ്റി. അതായത് അറ്റാക്കർ ഒരു ലിങ്ക് ഇട്ട് കൊടുക്കും. ആ ലിങ്ക് ടാർഗറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിൽ പോകും. ആ വെബ്സൈറ്റിനുള്ളിലുള്ള മലീഷ്യസ് കോഡ് ആ ഒരു ബ്രൗസറിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ ഒരു സിസ്റ്റത്തിന്റെ കേർണലായിട്ട് ഇത് വർക്കാവും. അങ്ങനെയാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ മെയിനായിട്ടൊരു സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യം ഹാക്ക് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു അറ്റാക്ക്, ആ ഒരു ഹാക്കർ ചെയ്ത അറ്റാക്ക് അവൻ്റെ കേർണലിൽ തന്നെ ഇൻബിൽട്ട് ആക്കി വെച്ചിട്ടുണ്ടാവും. കാരണം കേർണലിൽ ഇൻബിൽട്ട് ആക്കി വെച്ചിട്ടുണ്ടായത് സിസ്റ്റം കേർണലിൽ തന്നെ ഹാർഡ്വെയറിൽ തന്നെ ഇൻബിൽട്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അറ്റാക്ക് നമ്മളിപ്പോൾ എത്ര റീസ്റ്റോർ ചെയ്താലും ആ ഒരു അറ്റാക്ക് അവിടെ നിന്ന് പോകില്ല. അറ്റാക്ക് അല്ല, ആ ഒരു സ്പൈവെയർ അവിടെ നിന്ന് പോകത്തില്ല. ആ ഒരു സ്പൈവെയർ അവന് ആക്കി വെച്ചിട്ടുണ്ടാവും. നാലാമത്തെ അറ്റാക്ക് വരുന്നത് പേലോഡ് ആൻഡ് മാൽവെയർ സ്പൈവെയർ ഒക്കെയാണ് വരുന്നത്. അതായത് സ്പൈവെയർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അസ്കർ ടെക്കിയുടെ ചാനൽ ഹാക്ക് ചെയ്തപ്പോൾ മിക്കവാറും ആ ഒരു ഹാക്കർ അവൻ്റെ ആ ഒരു ചാനലിൽ തന്നെ ആ സ്പൈവെയർ നമ്മുടെ ലാപ്ടോപ്പിന്റെ കേർണൽ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ കേർണൽ തന്നെ ഇൻബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എത്ര റീസ്റ്റോർ ചെയ്താലും ആ ഒരു അറ്റാക്ക് അവിടെ നിന്ന് പോകത്തില്ല. അതാണ് ഈ ഒരു അറ്റാക്കിന്റെ മെയിൻ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ നാലാമത്തെ മാൽവെയർ ആൻഡ് പേലോഡ്സ് അറ്റാക്ക് ചെയ്യുന്നത്. അഞ്ചാമത്തതാണ് നമ്മുടെ അഷ്കർ ടെക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ മിക്കവാറും അതുവഴിയായിരിക്കാം ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടാവുക. കാരണം ബ്രൗസറിൽ, അതായത് നമ്മളൊരു പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാക്കറിന് അതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റിസീവ് ചെയ്യാനും ആ ഒരു മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് ഒക്കെ പോസിബിൾ ചെയ്യാനും പറ്റും. ഞാൻ ആ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യാം. എൻ്റെ ചാനൽ ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ മതി. പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ഞാനൊരു സീരീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സീരീസിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ അറ്റാക്കും. എന്ത് ചെയ്യുന്നു, ആ ഒരു പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ട ബ്രൗസറും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസൊക്കെ എടുക്കുമ്പോൾ ഇവിടെ ഒരു മാൻ ഇൻ ദ മിഡിലായിട്ട് ഒരു റൗട്ടറും ഒരു നമ്മുടെ യൂസറും നടുവിലൊരു ഹാക്കറും. ഈ ഹാക്കറിന് എല്ലാം റിസീവ് ചെയ്തത് അത് റൗട്ടറിന് കൊടുക്കും. റൗട്ടർ നേരെ ബാക്കി റെസ്പോൺസ് ചെയ്ത റിക്വസ്റ്റ് ഹാക്കറിന് കൊടുത്തിട്ട് നേരെ അത് നമ്മുടെ യൂസറിന് കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു അറ്റാക്ക് മെയിനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഫേക്ക് വൈഫൈ ആക്സസ് പോയിന്റ്, അതായത് ഫേക്ക് എവിൽ ട്വിൻ അറ്റാക്ക് എന്നൊക്കെ പറയാം. അതും ഒരു വൈഫൈ അറ്റാക്ക് തന്നെയാണ്. അതായത് ഒരു ഹാക്കർ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വൈഫൈ പോയിന്റ്, അതായത് വൈഫൈ ആക്സസ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്ത വൈഫൈ ആക്സസ് പോയിന്റിൽ അവൻ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ സിസ്റ്റമിലേക്ക് കുറച്ച് മലീഷ്യസ് കോഡ്സ് ഇഞ്ചെക്ട് ചെയ്യും. ഈ ഒരു ഹാക്കർ ടാർഗറ്റിന്റെ കോഡിലേക്ക് ലാപ്ടോപ്പിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ആ ഇഞ്ചെക്ട് ചെയ്യുന്നതോടുകൂടി ആ ഒരു കമ്പ്യൂട്ടർ അവിടെ ഹാക്ക് ചെയ്യും. അങ്ങനെയും ഈ ഒരു അറ്റാക്ക് വരുന്നുണ്ട്. പലതരത്തിൽ നമുക്ക് ഈ ഒരു സൈബർ വേൾഡിൽ തന്നെ ഇപ്പം തന്നെ പലതരത്തിലുള്ള അറ്റാക്സ് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അവെയർ ആയിരിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ പ്രിവെന്റ് ചെയ്യാനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. ചാനലിൽ പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ അഷ്കർ ടെക്കിന്റെ ചാനൽ തിരിച്ചു കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ see you tomorrow.